ഡാനിയും നന്ദുവും ഓഫീസിലേക്ക് എത്തിയതും ഡാനി അവളെ നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ടത് വാരി ചുറ്റിയത് വഴക്ക് പറയാനെങ്കിലും എന്നോട് മിണ്ടുമെന്ന് കരുതിയാണ്. ഇതിപ്പോൾ മുഖത്തേക്ക് പോലും നോക്കുന്നില്ലല്ലോ. ഇങ്ങനെന്തൊരു മുരടനാണ് കാലൻ. നന്ദു പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് നടന്നതും ആൽവി വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ടു. നന്ദൂട്ടി, എന്തു പറ്റി? രാവിലെ തന്നെ മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നല്ലോ. എന്താണ് ദേഷ്യത്തോടെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഏട്ടായി, അത് പിന്നെ ഇച്ചായൻ എന്നോട് ഇന്നലെ മുതൽ മിണ്ടുന്നില്ല, മുഖത്തേക്ക് പോലും നേരെ നോക്കുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. വല്ലാത്ത വിഷമം തോന്നുന്നു. അങ്ങേരോ മുഖത്തേക്ക് നോക്കുന്നില്ലെന്ന്? രാവിലെ വേഴാമ്പലിന് മഴ കിട്ടിയതുപോലെ വായും തുറന്ന് നോക്കിയിരുന്നു എന്ന് സാം വന്ന് പറഞ്ഞല്ലോ. ആൽവിൻ ആത്മ. എന്താണ് ഏട്ടായി, എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ നിന്നെ ഈ സാരിയിൽ കണ്ടിട്ട് നിന്നിൽ നിന്ന് കണ്ണു മാറ്റാൻ പറ്റാഞ്ഞിട്ടാവും നോക്കാത്തത്. അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട് എൻ്റെ നന്ദൂട്ടി. അത് പിന്നെ ഇച്ചായൻ എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് സാരി ചുറ്റി ഓഫീസിൽ വരരുതെന്ന്. അപ്പം ഇന്ന് എന്നോട് അതിനെങ്കിലും സംസാരിക്കുമെന്ന് കരുതിയാ ഞാനിത് എടുത്തുകൊടുത്തത്. എന്നിട്ടും എൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. നന്ദു ഒന്ന് തേങ്ങിക്കൊണ്ട് ആൽവിയോട് പറഞ്ഞു. അപ്പം നീ മനഃപൂർവ്വം ഡാനിയെ എരികേറ്റാൻ കൊടുത്തതാണല്ലേ? അത് പിന്നെ എന്നോട് മിണ്ടാത്തത് കൊണ്ട് അങ്ങനെയെങ്കിലും മിണ്ടിക്കാമെന്ന് കരുതി. ഞാൻ ആലോചിച്ചപ്പോഴേ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം കിട്ടുന്നതൊക്കെ വാങ്ങാനേ നീ ബാധ്യസ്ഥയാണ് മോളെ. ആൽവിൻ ആത്മഗതിച്ചു. എന്തു വാങ്ങാൻ? നന്ദു ചോദിച്ചപ്പോഴാണ് പറഞ്ഞതെല്ലാം ഉച്ചത്തിലായിപ്പോയി എന്ന് ആൽവിക്ക് മനസ്സിലായത്. എൻ്റെ പൊന്ന് നന്ദൂട്ടി, ഇന്ന് രാത്രി വരെ അങ്ങേര് നിന്നോട് മിണ്ടിയില്ലെങ്കിൽ നീ എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ വന്ന് പറഞ്ഞ് മിണ്ടിച്ചോളാം, പോരെ? പേടിക്കേണ്ട. അതിനു മുന്നേ നിനക്ക് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം മനസ്സിലാവും. എന്ത് കാര്യങ്ങളുടെ? നന്ദു സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, നീ ഇപ്പോൾ ക്യാബിനിലേക്ക് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ അങ്ങേരെന്നെ പിടിച്ചു വറുക്കും. ആൽവി അത് പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങിയിരുന്നു. അല്ലെങ്കിൽ അവനറിയാം ഡാനി എടുത്ത് പെരുമാറുമെന്ന്. നന്ദു ക്യാബിനിലേക്ക് കയറിയപ്പോഴും ഗൗരവത്തോടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഡാനിയെയാണ് കണ്ടത്. ശ്രീനന്ദ, എന്തൊക്കെയാണ് ഇന്നുള്ളത്? മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? ഡാനി ഗൗരവത്തോടെ നന്ദുവിനെ നോക്കി ചോദിച്ചു. നന്ദു വേഗം അവളുടെ ക്യാബിനിലേക്ക് കയറി ഇന്നത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരുന്ന ഫയലെടുത്ത് ഡാനിക്കടുത്തേക്ക് വന്നു. ഓരോന്നായി വായിച്ച് കേൾപ്പിച്ചു. നന്ദു വായിക്കുന്നതിനിടെ തലയുയർത്തി നോക്കിയ ഡാനിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി. ഹിഡൻ ക്യാമിന് നേരെയാണ് നന്ദു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ സാരിക്കിടയിലൂടെ വയറും നന്നായി കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം അവർ കാണുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർത്തപ്പോൾ അവന് ദേഷ്യം സഹിക്കാനായില്ല. നിർത്തടി പുല്ലേ, അവളുടെ ഒരു പ്രസംഗം. എല്ലാ സ്റ്റാഫുകളോടും 10 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് ഹാളിലേക്ക് എത്താൻ പറയണം. പെട്ടെന്ന് വേണം. ഡാനി ദേഷ്യത്തോടെ അലറി. നന്ദു പേടിച്ചുകൊണ്ട് പിന്നോട്ട് നാഞ്ഞുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഡാനിയുടെ സ്വഭാവം അവളെ ഓരോ നിമിഷവും വേദനിപ്പിച്ചു. ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ജെനിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ഇത് കണ്ട് ജോയലിനും ജോണിനും അവരുടെ ഉള്ളിൽ കാമം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. കാരണം അവളുടെ തെന്നിമാറിയ സാരിയുടെ ഇടയിലൂടെ കാണുന്ന അണിവയറിനെ അവർ കൊതിയോടെ നോക്കിയിരുന്നു പോയി. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടും കരഞ്ഞപ്പോൾ ചുവന്ന മുഖവും എല്ലാം കാണി അവരിൽ വല്ലാത്തൊരു ഉന്മാദം നിറഞ്ഞു. സാരിക്ക് വിടവിലൂടെ ചെറുതായി കണ്ട അവളുടെ വയറിലേക്ക് മുഖം ചേർക്കാനും അവിടെ വലിച്ചു നുണയാനും കൊതി തോന്നിപ്പോയി അവൾക്ക്. ഡാനിയുടെ ക്യാബിനിലേക്ക് വന്ന് സാം കാണുന്നത് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന നന്ദുവിനെയാണ്. എന്താടാ ഡാനി, എന്തിനാ മോള് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്? സാം അല്പം ദേഷ്യത്തോടെ ചോദിച്ചതും ഡാനി കണ്ണുകൾ ക്യാമറയ്ക്ക് നേരെ കാണിച്ചു. സാം ഒന്ന് തലയാട്ടി. അവളെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ് വരുന്നത്. ഒരു മിന്നു കെട്ടിയെന്ന് കരുതി ജീവിതകാലം മുഴുവൻ അവളെ ചുമക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അതും എവിടെയോ പട്ടിക്കാട്ടിൽ ജനിച്ച അവളെ പോലെ ഒരുത്തിയെ. ഛേ! സാം ഇടയ്ക്ക് വെച്ച് അവനോട് നിർത്താൻ കണ്ണു കാണിക്കുന്നുണ്ട്. എങ്കിലും ഡാനി അഭിനയിച്ച് തകർക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന 3 പേരും വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. 1 വർഷമൊന്ന് കഴിഞ്ഞോട്ടെ, അപ്പോഴത്തേക്കും ഡിവോഴ്സ് കൊടുത്ത് ഇറക്കി വിടുന്നതുണ്ട് ഞാൻ അവളെ. ഈ ഡാനിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണിനും സ്ഥാനമില്ല.
പ്രത്യേകിച്ച് ഇവളെ പോലെയുള്ള ദരിദ്രവാസികൾക്ക് ഒട്ടും സ്ഥാനമില്ല. ഡാനി വലിയ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് നേരെ തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന നന്ദുവിനെയാണ് കണ്ടത്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥയായി പോയി ഡാനിക്ക്. എന്നാൽ ഇതെല്ലാം കേട്ട് നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. ഡാനി കലിപ്പോട് സാമിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ, ഞാനെന്ത് വേണം, നീ പറഞ്ഞതല്ലേ, നീ തന്നെ അനുഭവിച്ചോ എന്നുള്ള ഭാവത്തിൽ സാം കൈമലർത്തി. ഡാനി എന്തോ പറയാനായി മുന്നോട്ടാഞ്ഞതും നന്ദു അവനോട് പറഞ്ഞു, എല്ലാവരും മീറ്റിംഗ് ഹാളിൽ എത്തിയിട്ടുണ്ട്, സാറിനെ വിളിക്കാൻ വന്നതാ ഞാൻ. അവൾ അതും പറഞ്ഞ് ഡാനിക്ക് മുഖം കൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഡാനി ദയനീയമായി സാമിനെ ഒന്ന് നോക്കി. സാം ആണെങ്കിൽ ഇപ്പൊ ചിരിക്കുമെന്നുള്ള അവസ്ഥയിലും. അത് കണ്ട് ഡാനി അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ ചെവിയിൽ പറഞ്ഞു, ചിരിക്കട പുല്ലേ, എല്ലാത്തിനും കൂടി ചേർത്ത് തരുന്നുണ്ട് ഞാൻ. നിനക്കും വരും ഇതുപോലൊരവസ്ഥ, അന്നു കാണിച്ചു തരാം. അല്ലുവിനെ നിനക്ക് ഞാൻ തരണോ വേണ്ടയോ എന്ന് ഒന്ന് ആലോചിക്കട്ടെ. ഡാനി അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോയതും സാം ചെവിയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് വാപൊത്തി ചിരിക്കാൻ തുടങ്ങി. എന്തിനാട കോപ്പേ അതിലേക്ക് എൻ്റെ പ്രണയം കൊടുന്നിടുന്നത്? അത് മനസ്സിൽ ചിന്തിച്ച് സാം അവരുടെ പുറകെ പോയി. മീറ്റിംഗ് ഹാളിലേക്ക് കയറിയപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഡാനിക്ക് പിന്നാലെ സാമും ഹാളിലേക്ക് കയറി. എല്ലാവരും എത്തിയെന്ന് മനസ്സിലായതും ഡാനി നന്ദുവിനെ ഒന്ന് നോക്കി. അവൾ ശിലകലക്കെ നിൽക്കുവാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരിടയ്ക്ക് വരുന്നുണ്ട്. അതാരും കാണാതെ തുടച്ചു മാറ്റുവാണവൾ. ഡാനി ഒന്ന് തലകുടഞ്ഞ് സംസാരിച്ചു തുടങ്ങി. ഞാനിപ്പോൾ നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയത് ഒരു പ്രധാന കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്. ഡാനി അതും പറഞ്ഞ് എല്ലാവരെയും ഒന്ന് നോക്കി. ജെനിയുടെ മുഖത്താണെങ്കിൽ ഒരു വിജയീ ഭാവമാണ്, എന്തോ നേടിയതുപോലെ. ഡാനി അത് കണ്ടൊന്ന് പുച്ഛിച്ച് ബാക്കി പറഞ്ഞു തുടങ്ങി. ഞാൻ 3 ദിവസത്തേക്ക് ഓഫീസിലുണ്ടാകില്ല. ഞാൻ മാത്രമല്ല, സാമും ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ബിസിനസ് ട്രിപ്പുണ്ട്. എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായ ശ്രീനന്ദയും ഈ 3 ദിവസം ഓഫീസിലേക്ക് വരേണ്ടതില്ല. എനിക്ക് പകരം ഇവിടെ ഇൻചാർജായി ആൽവിൻ ഉണ്ടാകും. സൈനിങ് അതോറിറ്റി ആൽവിക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ഇവിടെ എന്ത് തീരുമാനമെടുക്കാനുള്ള അധികാരവും ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. ഇത് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ഇനി എല്ലാവർക്കും പോവാം, അവരവരുടെ ജോലി തുടരാം. ഡാനി ഗാംഭീര്യത്തോടെ പറഞ്ഞു നിർത്തി. എല്ലാവരുടെയും കണ്ണുകൾ അവനിലായിരുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ. എല്ലാവരും അവനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. എന്നാൽ നോക്കേണ്ടവൾ മാത്രം അവനെ നോക്കിയതേയില്ല. അത് കാണി ദേഷ്യം വരുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ തന്നെ നിയന്ത്രിച്ച് നിൽക്കുകയായിരുന്നു. താൻ പറഞ്ഞതെല്ലാം അവൾ സത്യമാണെന്ന് കരുതി കാണുമോ എന്നുള്ള ചെറിയ ഭയവും ഡാനിക്കുണ്ടായിരുന്നു. എങ്ങനെയും ഒന്ന് ഉച്ചയായിരുന്നുവെങ്കിൽ നന്ദുവുമായി ഇവിടുന്ന് പോകാമെന്നായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. ഡാനി സാമിനെ എല്ലാം പറഞ്ഞേൽപ്പിച്ചു. നീ വീട്ടിൽ പോയി അമ്മച്ചിയെയും കൊണ്ട് നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. എന്നിട്ട് അവരെയും അനിയെയും പിക്ക് ചെയ്ത് യാത്ര തിരിച്ചോ. അതും പറഞ്ഞ് ടിക്കറ്റ് കൊടുത്തു. ഡാനി, അപ്പം മാളു അവിടെ ഒറ്റയ്ക്കല്ലേ? കുരിശിങ്ങിൽ കൊണ്ടു നിർത്താൻ പറ്റില്ലല്ലോ. അവിടെ 2 ചെകുത്താന്മാരില്ലേ? പിന്നെ അല്ലു വൈകിട്ടല്ലേ വീട്ടിലുണ്ടാവുക. അപ്പം പിന്നെ എന്തു ചെയ്യും? അത് ശരിയാ, അത് ഞാൻ ഓർത്തില്ല. അപ്പം നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ ആൽവിയെ പറഞ്ഞു വിട്ട് മാളുവിനെ കൂട്ടി ഓഫീസിലേക്ക് വരാൻ പറ അവനോട്. അവൾ ഇവിടെ ഇരുന്നോട്ടെ. വൈകുന്നേരം അവർ 2 പേരും ഒരുമിച്ച് വീട്ടിലേക്ക് പോയിക്കോളും. അപ്പോഴേക്കും അല്ലുവും എത്തുമല്ലോ. ഡാനി അത് പറഞ്ഞതും സാം സമ്മതം എന്ന അർത്ഥത്തിൽ തലയാട്ടി പുറത്തേക്ക് പോയി. ഡാനി നന്ദുവിനെ ഓർത്ത് മീറ്റിംഗ് ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും പുറത്ത് നിൽക്കുന്ന ജെനിയെയാണ് അവൻ കണ്ടത്. ഡാനി അവളെ കാണാത്തതുപോലെ മുന്നോട്ട് നടന്നതും ജെനി അവൻ്റെ കൈകളിൽ പിടിച്ചു നിർത്തിയിരുന്നു. തിരിഞ്ഞ് അവളോട് ദേഷ്യപ്പെടാൻ പോയ ഡാനി കാണുന്നത് അങ്ങോട്ടേക്ക് വരുന്ന നന്ദുവിനെ ആയിരുന്നു. എന്താ ജെനി? ഡാനി പതിയെ ചോദിച്ചു. എന്നാൽ ഡാനിയുടെ സൗമ്യത കണ്ട ജെനിക്ക് സന്തോഷവും നന്ദുവിന് ദേഷ്യവുമാണ് തോന്നിയത്. അവൾ ഡാനിയെ നോക്കി കലിപ്പിൽ നോക്കിയിട്ട് മീറ്റിംഗ് ഹാളിലേക്ക് കയറിപ്പോയി. നന്ദു പോയതും ഡാനിയുടെ മുഖഭാവം മാറി. അവൻ ജെനിയുടെ കൈ കുടഞ്ഞെറിഞ്ഞു. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എന്താന്ന്? ജെനി അവൻ്റെ ഭാവമാറ്റത്തിൽ ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു.
ഞാനും കൂടി നിന്റെ കൂടെ അമേരിക്കയിലേക്ക് വന്നോട്ടെ. ആ നന്ദുവിനെ കൊണ്ട് പോവേണ്ട. അവൾ ഇവിടെ നിന്നോട്ടെ. നമ്മുടെ ഇടയിൽ ഒരു ശല്യമായ അവളെ എന്തിനാ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? എനിക്ക് നിന്റെ കൂടെ വരാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. നിന്നെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവും തൽക്കാലം ഇപ്പം എനിക്കില്ല. അതിനു മാത്രം നീയും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് കൊഞ്ചാൻ വരരുതെന്ന്. മര്യാദക്ക് നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എന്നോട് ആവശ്യമില്ലാതെ സംസാരിക്കാൻ വന്നാലുള്ള ഭവിഷ്യത്ത് നീ പലതവണ അറിഞ്ഞതല്ലേ. വെറുതെ എന്തിനാ നീ വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടുന്നത്? നാണം തോന്നുന്നില്ലേ നിനക്കിങ്ങനെ എൻ്റെ വാലാട്ടി പട്ടിയാവാൻ? ഡാനി, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്? ഒരു തെറ്റ് പറ്റിയെന്ന് കരുതി എപ്പോഴും ഒരാൾ അങ്ങനെ തന്നെ ആയിരിക്കുമോ? ജെനി നന്നായി സങ്കടം അഭിനയിച്ചുകൊണ്ട് ഡാനിയോട് പറഞ്ഞു. അത് കേട്ടതും ഡാനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. ഡി പുല്ലേ, മാറി നിൽക്കടി. എനിക്ക് പോകാൻ സമയമായി. നിന്നോട് വെറുതെ പോലും സംസാരിച്ച് നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അത് പറഞ്ഞ് ഡാനി അവളെ നോക്കാതെ മുന്നോട്ടേക്ക് പോയി. ഡാനി ക്യാബിനിലേക്ക് കയറി ഫയൽസ് എല്ലാം അടുക്കി വെച്ച് ലാപ്പ് ഓപ്പൺ ചെയ്തതും നന്ദു ക്യാബിനിലേക്ക് കയറിയതും ഒരുമിച്ചായിരുന്നു. ഡാനി നോക്കിയെങ്കിലും നന്ദു ഡാനിയെ നോക്കുക കൂടി ചെയ്യാതെ അവളുടെ ക്യാബിനിലേക്ക് പോയി. അവളുടെ ആ പോക്ക് ഡാനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി കസേരയിൽ ഇടിച്ചു. ഉച്ചയായതും ഡാനി നന്ദുവിനെ ക്യാബിലേക്ക് വിളിപ്പിച്ചു. 1/2 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. ഡാനി നന്ദുവിനെ നോക്കാതെ പറഞ്ഞു. ഞാൻ വരുന്നില്ല സർ. സാറും സാമും ആരും കൂടി പോയി വന്നാൽ മതി, ഞാനില്ല. നന്ദു അത് പറഞ്ഞതും ഡാനിക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. ഞാൻ നിന്നോട് വരുന്നോ എന്നല്ല ചോദിച്ചത്. 10 മിനിറ്റ് സമയം തരൂ. അതിനുള്ളിൽ നീ ഇവിടെ ഉണ്ടാവണം. ഡാനി താക്കീതോട് അവളോട് പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? പറഞ്ഞ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? നന്ദുവും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ അവനോട് കയർത്തു. ഡാനി പല്ല് കടിച്ചുകൊണ്ട് ഇടൻ ക്യാമിന് നേരെ ഒരു ഫയൽ എടുത്തു വെച്ചു. അതുവരെ എല്ലാം കണ്ടുകൊണ്ടിരുന്ന ജെനിക്കും ജോയലിനും ജോണിനും പിന്നെ ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഡാനി നന്ദുവിൻ്റെ കൈ പിടിച്ചു വലിച്ച് ക്യാബിനോട് നേരെ ചേർത്തു നിർത്തി. എന്താടി പുല്ലേ, നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഡാനി അവളുടെ ചെവിയോരം വന്ന് പല്ല് കടിച്ചുകൊണ്ട് മുരണ്ടു. നന്ദു അവൻ്റെ കയ്യിൽ നിന്ന് കുതരാൻ നോക്കിയതും ഡാനി അവളുടെ 2 കൈകളും ഉയർത്തി അവളെ ബ്ലോക്ക് ചെയ്തു വെച്ചു. നിന്നോട് ഞാൻ വരാൻ പറഞ്ഞതേ ഉള്ളൂ, വരുമോ എന്ന് ചോദിച്ചില്ല. എനിക്കിവിടെ നിന്ന് അധികം സംസാരിക്കാൻ കഴിയില്ല. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നതാണ് നിനക്ക് നല്ലത്. വെറുതെ എൻ്റെ സ്വഭാവം മാറ്റിക്കരുത്. അത് നിനക്ക് നല്ലതിനാവില്ല. അല്ലെങ്കിലേ നിനക്കുള്ളത് ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്. തരുമ്പോൾ മുതലും പലിശയും ചേർത്ത് മോൾക്ക് ചായൻ തന്നോളാം. അത് നീ താങ്ങുമോ എന്നറിയില്ല, എന്നാലും ഞാൻ തന്നിരിക്കും. ഡാനി ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങി അവസാനിപ്പിച്ചത് കുറുമ്പോടെയായിരുന്നു. എന്നെ വിട്, എനിക്ക് വേദനിക്കുന്നു. നന്ദു ഡാനിയെ നോക്കി കുതറിക്കൊണ്ട് പറഞ്ഞു. അടുത്തെന്തോ അവൾ പറയാനായി വാ തുറന്നതും അവളുടെ ആദരങ്ങൾ കടിച്ചെടുത്തിരുന്നു അവൻ. നന്ദുവിൻ്റെ കണ്ണുകൾ മെഴിഞ്ഞുപോയി. ഡാനി അവളോടുള്ള ദേഷ്യം മുഴുവൻ ആ ചുംബനത്തിൽ അറിയിക്കാൻ ശ്രമിച്ചു. നന്ദു അവൻ്റെ പിടിയിൽ നിന്നും അവളുടെ കൈകൾ മോചിപ്പിക്കാൻ ശ്രമിച്ചതും ഡാനി അവളുടെ സാരിക്കിടയിലൂടെ നഗ്നമായ ഇടുപ്പിൽ അമർത്തി പിടിച്ചു. നന്ദു ഒരു ഏങ്ങലോടെ ഉയർന്നു പൊങ്ങി. ആ സമയം അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ അമർന്നതും ഇരുവരിലൂടെയും കറണ്ട് പാസ് ചെയ്തതുപോലൊരു ഫീലായിരുന്നു. 2 പേരുടെയും ശരീരം ഒന്ന് വിറകൊണ്ടു. അതിൻ്റെ ഫലമായി ഡാനി അവളുടെ 2 അധരവും ഒരുമിച്ചെടുത്ത് വലിച്ചു നുണഞ്ഞു. ഇനിയും ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതും ഡാനി അവളുടെ ചുണ്ടുകളെ ഒന്ന് നുണഞ്ഞു വിട്ടുകൊണ്ട് പതിയെ അവളുടെ കൈകൾ അയച്ചു. നന്ദു അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് എന്തോ പറയാൻ പോയതും ഡാനിയുടെ വാക്കുകൾ കാറ്റുപോലെ അവളുടെ കാതിൽ തുളഞ്ഞു കയറി. Today you tried to tempt me by wearing this saree. You have no idea what your punishment is going to be. ഡാനി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു നിമിഷം വേണ്ടി വന്നു നന്ദുവിന്. അവളുടെ മുഖം ചുവന്നു തുടുത്തു. അവൾ വേഗം അവനെ തന്നിൽ നിന്ന് തള്ളി മാറ്റി ദേഷ്യത്തോടെ ഡാനിയെ ഒന്ന് നോക്കി. നന്ദു എന്തോ പറയാൻ തുടങ്ങിയതും ഡാനി അവളുടെ ചുണ്ടുകൾക്ക് മേലെ കൈവച്ച് തടഞ്ഞു.
നിനക്ക് എന്തു പറയാം ഇവിടുന്ന് നമ്മൾ പുറത്തിറങ്ങിയതിനു ശേഷം. ഡാനി നിശ്വാസം പോലെ അത്രയും പതിയെ അവളുടെ കാതിൽ പറഞ്ഞു. അവളുടെ കാതിനെ ഒന്നാകെ വായിലാക്കി നുണഞ്ഞുവിട്ടു. നന്ദു ഒന്ന് കുറുകിപ്പോയി. അവളുടെ കൈ സാരിയിൽ മുറുകിപ്പോയിരുന്നു. നന്ദുവിനോട് ചേർന്നു നിൽക്കുന്തോറും തന്നെ നിയന്ത്രിക്കാൻ ഡാനി പാടുപെടുന്നുണ്ടായിരുന്നു. അവളെ വരിഞ്ഞു മുറുക്കി ചേർത്തു പിടിക്കാൻ തോന്നിയവന് നന്ദു അവനെ ഊക്കോടെ തള്ളി മാറ്റി ദേഷ്യത്തിൽ നോക്കി അവളുടെ ക്യാബിനിലേക്ക് പോയി. ഡാനി അവളെ തന്നെ നോക്കി നിന്നു. ജെനിയോട് സംസാരിച്ചതിനോ അതോ താൻ നേരത്തെ പറഞ്ഞത് കേട്ടതുകൊണ്ടാണോ? എന്തിനാണ് അവളുടെ ദേഷ്യമെന്ന് അവന് മനസ്സിലായില്ല. ഡാനി തലകുടഞ്ഞുകൊണ്ട് അവൻ്റെ ചെയറിലേക്കിരുന്നു. നിന്റെ ഈ ദേഷ്യമൊക്കെ മാറ്റാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് ശ്രീ. നീ പോലും ചിന്തിക്കാതെ അത്രയും തീവ്രമായിരിക്കും എൻ്റെ പ്രണയം. അതിലലിഞ്ഞു ചേരുമ്പോൾ ഒരുപാട് വേദനിക്കേണ്ടി വരും നീ.